വളരെയധികം ജനസംഖ്യയുള്ള ഒരു വലിയ മാർക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പവറായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു. 2026 ജനുവരി 1 മുതൽ ഇന്ത്യയിലേക്ക് 1.25 ലക്ഷം കോടി രൂപയുടെ വലിയ നിക്ഷേപങ്ങൾ ഒഴുകിയെത്താൻ പോകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളുമായിട്ട് നടത്തിയ ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലേക്ക് $100 ബില്യൺ ഒഴുകിയെത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ നേഷൻ യൂറോപ്യൻ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന 4 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നീ 4 രാജ്യങ്ങളുമായിട്ടും. അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നു. കൂടാതെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസിലൻഡുമായിട്ട് മാത്രം ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ $20 ബില്യൺ അവിടെ ഇന്ത്യയിൽ നിക്ഷേപിക്കും. എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡിനേക്കാൾ ലേബർ ചാർജ് ഇവിടെ വളരെ കുറവാണ്, പോപ്പുലേഷൻ കൂടുതലുണ്ട്, സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങളുള്ളതുകൊണ്ട് അവരും ഇവിടേക്ക് വലിയ നിക്ഷേപം നടത്തും. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്രിട്ടനുമായിട്ട് നേരത്തെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടു, പിന്നീട് ഒമാനുമായിട്ട് ഒപ്പിട്ടു, അതിനുശേഷം എത്യോപ്യയുമായി ഒപ്പിട്ടു, ഓസ്ട്രേലിയയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ 5 ഐസിനെ പോലും ഇന്ത്യൻ വരുതിയിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് 10 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ്. കൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ടും നിരവധി തൊഴിലവസരങ്ങൾ കിട്ടും. അങ്ങനെ നമ്മുടെ രാജ്യം 2047 ആകുമ്പോൾ, എന്ന് പറഞ്ഞാൽ ജനുവരി 1 മുതലുള്ള 15 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വമ്പൻ സാമ്പത്തിക ശക്തിയായിട്ട് ആധിപത്യം ഉറപ്പിക്കും. മാത്രമല്ല ലോകത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടും. ഇതിപ്പോൾ 1-2 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ കാര്യമല്ല പറയുന്നത്. എന്തിന് 35 കോടി ജനങ്ങളുള്ള അമേരിക്കയുടെ കാര്യമല്ല, 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം. 2047 ആകുമ്പോൾ ഏതാണ്ട് 150 കോടി വരെ ഇന്ത്യയിലെ ജനസംഖ്യ ഉയർന്നേക്കാം. ആ ജനങ്ങൾക്ക് മുഴുവൻ തൊഴിലവസരങ്ങൾ കിട്ടണം, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വർദ്ധിക്കണം, GDPക്ക് അതിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകണം. അങ്ങനെ മൊത്തത്തിൽ വലിയ വികസന പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. സ്വതന്ത്ര വ്യാപാര കരാർ പല രാജ്യങ്ങളുമായിട്ട് ഒപ്പിട്ടതോടെ നമ്മുടെ പ്രോഡക്റ്റുകളിൽ 98% നികുതി ഇല്ലാതെ വിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ COVID-19 വന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒരു രാജ്യവുമായിട്ട് കൂടുതൽ ഡിപ്പെൻഡഡ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു മൾട്ടിപ്പിൾ ബിസിനസ് പാർട്ട്നേഴ്സിനെയാണ് വേണ്ടത്. അത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. 1970കളിൽ ഈ മാനുഫാക്ചറിങ് വേവ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു കാഴ്ചപ്പാടില്ലാതായി പോയി, അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഇല്ലാതായി പോയി. പക്ഷേ ഒരു 5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ അതിലേക്ക് പോവുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതോടുകൂടി ആത്മനിർഭർ പദ്ധതി, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് തുടങ്ങിയവയിലൂടെ നമ്മൾ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നു. സൈനിക സാമ്പത്തിക മേഖലയിൽ വലിയ വളർച്ച കൈവരിക്കുകയും ചെയ്തു. അതിനു വേണ്ട എല്ലാ സഹായങ്ങളുമാണ് ഇപ്പോൾ ന്യൂസിലൻഡ് ഉൾപ്പെടെ, UK ഉൾപ്പെടെ, ഈ പറയുന്ന നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അവരുടെ രാജ്യത്തേക്കാൾ ചീപ്പ് ലേബേഴ്സിനെ ഇവിടെ കിട്ടും. ഇത് തന്നെയാണ് ചൈന നേരത്തെ ഉപയോഗപ്പെടുത്തിയത്. കാരണം അവിടെയും പോപ്പുലേഷൻ ധാരാളമുണ്ട്. USSRൽ നിന്ന് അമേരിക്ക ചൈനയെ പതുക്കെ അടർത്തിയെടുക്കുകയും അവിടേക്ക് വലിയ നിക്ഷേപങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ചൈന വലിയൊരു വളർച്ച രേഖപ്പെടുത്തിയത്. ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ ചൈന വളർന്നു എന്ന് പറയാം. അവരിപ്പോൾ സൈനിക ശക്തിയിൽ, സാമ്പത്തിക രംഗത്തൊക്കെ വലിയ ശക്തിയാണ്. പക്ഷെ അവരുടെ കുറെ കുതന്ത്രങ്ങളുണ്ട്. നമുക്ക് അത്തരം കുതന്ത്രങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാലോ, റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ്, ചൈന ഇത്തരം പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ നിക്ഷേപം നടത്തും. എന്നിട്ട് ആ ചെറിയ രാജ്യങ്ങളെ കടക്കണിയിലാക്കും. എന്നിട്ട് അവിടുത്തെ നിക്ഷേപങ്ങൾ മുഴുവൻ കൊള്ളയടിക്കും. ആ രാജ്യങ്ങളുടെ ഭരണം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കും. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. 2 രാജ്യങ്ങൾക്കും ഒരുപോലെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ചില പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും. കൂടുതൽ രാജ്യങ്ങൾ നമ്മളിലേക്ക് നിക്ഷേപം നടത്തുമ്പോൾ സ്കിൽഡ് ലേബേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടുന്ന പരിശീലന കേന്ദ്രങ്ങൾ, അവർക്ക് വേണ്ടുന്ന സാങ്കേതിക സഹായങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മൾ ഒരുക്കി കൊടുക്കും. കൂടാതെ ഇന്ത്യയുടെ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ IT രംഗത്ത്, മെഡിക്കൽ മേഖലയിൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, പിന്നെ ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ കാര്യത്തിൽ, ഇവയൊക്കെ വൻതോതിൽ നിർമ്മിക്കുകയും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും. ഇതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു വളർച്ച നമുക്ക് രേഖപ്പെടുത്തും. അപ്പോൾ 2-3 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ പോലെയല്ല, 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം വലിയൊരു വികസന കാഴ്ചപ്പാട് ഇവിടെ
രേഖപ്പെടുത്തുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അങ്ങനെ രാജ്യത്തിന് നല്ല വരുമാനം ഉണ്ടാകും, GDP ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് മേഖല ഇപ്പം നമുക്കറിയില്ല, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ കുറേ ഭാഗമൊക്കെ ഭയങ്കര വികസിതമാണ്. അവിടെ IT ഹബ്ബുകളുണ്ട്, വലിയ വലിയ ഫാക്ടറികളുണ്ട്, അവിടുത്തെ ജീവിത നിലവാരം ഉയർന്നാണ്, വലിയ ഫ്ലാറ്റുകൾ, അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങൾ, മികച്ച റോഡുകൾ, ഉദ്യാനങ്ങളൊക്കെ ഉണ്ട്. അതേ പാതയിൽ കൂടെ നമ്മൾ കുറെ കൂടി ദൂരം സഞ്ചരിച്ചാൽ വികസനം എത്തി നോക്കാത്ത പ്രദേശങ്ങളും കാണും, ചേരി പ്രദേശങ്ങൾ കാണാം, അതുപോലെ തന്നെ നല്ല റോഡില്ലാത്ത പ്രദേശങ്ങൾ കാണാം. ആഫ്രിക്കയാണോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഒരേപോലെ നമ്മൾ വികസനം നടപ്പാക്കണം. ഇതിന് നമ്മുടെ സിവിക് സെൻസ് വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തണം. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്ട് 2 നൂറ്റാണ്ടോളം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു നമ്മൾ. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ പുറത്തു വന്നപ്പോഴേക്കും ഈ സിവിക് സെൻസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പിന്നോക്കം പോയി. അപ്പം വൃത്തിയുടെ കാര്യത്തിൽ, ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലൊക്കെ മികച്ച വളർച്ച ഇനിയും രേഖപ്പെടുത്തിയാൽ മാത്രമേ ചൈനയൊക്കെ നടത്തിയതുപോലെയുള്ള ഒരു നേട്ടം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. അതിനാണ് 2047 ആകുമ്പോഴേക്കും $100 ബില്യൺ നിക്ഷേപവുമായിട്ട് കൂടുതൽ രാജ്യങ്ങൾ വരുന്നു. ഒറ്റ രാജ്യം $20 ബില്യൺ. അതാണ് ന്യൂസിലൻഡ് നമ്മളെ അത്ഭുതപ്പെടുത്തിയത്. അതായത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്രിസ്റ്റഫർ ലക്സണും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിലാണ് ഈ തീരുമാനമെടുത്തത്. 9 മാസങ്ങളായി തുടർന്ന് വരുന്ന ചർച്ചയ്ക്കൊടുവിൽ അത്രയും പണം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നതോടുകൂടി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പങ്കാളിത്തപരമായ വളർച്ച, അങ്ങനെ ഗ്ലോബൽ മാനുഫാക്ചറിങ് പവർ ആകണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ എക്സ്പോർട്ട് രംഗത്ത് നമ്മളൊരു സ്ട്രാറ്റജിക് പവറായി മാറാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ ഉടമ്പടി ഒപ്പുവെച്ചാൽ ഒരു 15 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ നേട്ടം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി പദത്തിലുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയുക പോലുമില്ല. പക്ഷേ നമ്മുടെ മുൻ ഭരണാധികാരികൾ ഇത്തരത്തിൽ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഒരു ദാരിദ്ര്യത്തിന്റെ പാതയിൽ തന്നെ കടന്നു നിൽക്കുന്നത്. ഇനി നമ്മളൊരു വേൾഡ് ഫാക്ടറി ആകാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചീപ്പ് ലേബേഴ്സിനെ സൃഷ്ടിക്കാം, ടെക്നിക്കൽ സൗകര്യങ്ങൾ സൃഷ്ടിക്കാം, സ്പേസിലടക്കമുള്ള കൂടുതൽ വികസന പദ്ധതികൾ, ആയുധ പ്രതിരോധ രംഗത്ത് വലിയ വളർച്ച, ഇതെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള, ലേബർ ചാർജ് വളരെ കുറവുള്ള ഒരു രാജ്യത്തിന് വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എങ്ങനെ നടന്നു കയറാൻ കഴിയുമെന്ന് ഇനി ഇന്ത്യ തെളിയിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉടമ്പടി ഒപ്പിടുന്നോ ആ രാജ്യങ്ങൾക്കെല്ലാം തന്നെ പരസ്പരം ബെനിഫിറ്റ് കിട്ടാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2026 ജനുവരി 1 മുതൽ ഒരു 15 വർഷക്കാലത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപം 4 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്നു. ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒറ്റ രാജ്യം മാത്രം $20 ബില്യൺ നിക്ഷേപം നടത്തുന്നു. അങ്ങനെ വലിയൊരു സാമ്പത്തിക കുതിപ്പ്, എക്കണോമിക് ഗ്രോത്തിന് അപ്പുറത്തേക്ക് GDPയിൽ വലിയ വളർച്ച, നമ്മുടെ ജീവിത നിലവാരത്തിൽ, സിവിക് സെൻസിൽ ഒക്കെ തന്നെ ഒരു അഴിച്ചുപണി ഉണ്ടാകും. ലോകത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട.